എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഏത്തക്കായ കൊണ്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് തയ്യാറാക്കുന്നത്. ഏത്തക്കായ ഇതുപോലെ നീളത്തിൽ 4ആയി കീറി ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ കറയെല്ലാം പോയി കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് കഞ്ഞി വെള്ളത്തിലിട്ടിട്ട് 3-4 പ്രാവശ്യം കഴുകിയാലും കറ പോവും. കറ പോയിട്ട് കറി വെക്കുമ്പോഴാണ് കറി നല്ല സ്വാദ് ഉണ്ടാവുക. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് നല്ല ജീരകം ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതെന്ന് ചേർത്ത് വെളുത്തുള്ളി ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുമ്പം ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് 1 മിനിറ്റ് വാടി വരണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അത്താൽ വാടി കിട്ടും. സവാള വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ച കായും ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങും ചേർത്ത് ഇതിന് കുറച്ച് സമയം ഇതിൽ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് ഇളക്കി കൊടുത്ത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെയുള്ള കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്ത് ചതുര കഷ്ണങ്ങളായിട്ട് തന്നെ തക്കാളിയും മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 പച്ചമുളകും ചേർത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിരിയം മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. മുളക് പൊടി എരിവ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പം ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളുടെ പച്ചമണ്ണെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി അടച്ച് വെക്കണം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി കഷ്ണങ്ങളെല്ലാം വെന്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ഉടഞ്ഞു കിട്ടും. മുഴുവനായി ഉടക്കണ്ട, കുറച്ചൊന്ന് ഇളക്കി ഉടച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കിട്ടും കറി. അരമുറി തേങ്ങ ചിരകി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായി തള വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കറി വാങ്ങി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് 4-5 ചെറിയുള്ളി കടുകിട്ട് പൊട്ടി വരുമ്പം ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ചെറിയുള്ളിയും ക്യാപ്സിക്കും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏത്തക്കായ കറി നല്ല സ്വാദുള്ള കറി റെഡിയായി. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.